അടുത്ത് ഇരിക്കുമ്പോൾ, വസ്തുവായാലും ശരി, ഏതെങ്കിലും തീർത്ഥായാലും ശരി, ക്ഷേത്രമായാലും ശരി, അതിൻ്റെ അടുത്ത് കൂടുതൽ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ മഹത്വം മറന്നു പോകും. സന്നികർഷോഹി മർത്യാനാം അനാദരണ കാരണം. ആ കൂടുതൽ ആ അടുപ്പം അതിനെ അനാദരിക്കാനും അതിൻ്റെ മഹിമ മറക്കാനും ഇടയെത്തരും. എന്താ ഉദാഹരണം? നമ്മളിങ്ങറ്റത്ത് കേരളത്തിലുള്ളവർ ഗംഗയിലൊന്ന് കുളിച്ചാൽ പരമപുണ്യായി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 2 ദിവസം യാത്ര ചെയ്ത് ഡൽഹിയിൽ പോയി പിന്നെ അവിടുന്ന് ഹരിദ്വാർ പോയിട്ട് ഗംഗയിലൊന്ന് സ്നാനം ചെയ്താൽ എന്തൊരു സംതൃപ്തിയാലേ. എന്നാൽ ഗംഗാതീരത്തുള്ള ആൾക്കാർക്ക് ആ ഗംഗയോട് വിശ്വാസമുണ്ടോ? എല്ലാവർക്കും ഇല്ല അത്രേ. ഗംഗാതീരത്തുള്ളവർക്ക് തീർത്ഥാവണമെങ്കിൽ രാമേശ്വരത്തേക്കാണ് വരണവർ, മനസ്സിലായോ? രാമേശ്വരത്തുള്ളവർ അങ്ങോട്ട് ഗംഗയ്ക്ക് പോകണു. തൊട്ടടുത്തുള്ള തീർത്ഥത്തിൽ വിശ്വാസമില്ല. അങ്ങനല്ലേ? തൊട്ടടുത്തുള്ളൊരു അമ്പലം ഉണ്ടെങ്കിൽ അതിൽ വിശ്വാസമില്ല. പണം ചിലവ് ദൂരെ തിരുപ്പതി പോയാലേ വിശ്വാസമുള്ളൂ. ആൾക്കാർക്ക് അങ്ങനെയല്ലേ? അതേ കൃഷ്ണനാണ് ഇവിടെ ഇരിക്കണ ഭഗവാൻ വിഷ്ണു, അത് വ്യത്യാസമില്ല. ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും വീരവാദം പറയാറില്ലേ? ഞാനില്ലെങ്കിൽ കാണിച്ചു തരാം, എന്നെ കൊണ്ടാ അതൊക്കെ നടക്കണതെന്ന്. അപ്പം കൃഷ്ണൻ നമ്മുടെയൊക്കെ ഉള്ളിലിരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ഓരോ ഇങ്ങനെ അഭിമാനിക്കുന്ന നമ്മളും അർജുനന്മാരാണ്. നരനാണ് അർജുനൻ, നാരായണൻ കൃഷ്ണനും. നാരായണൻ നമ്മുടെ ഉള്ളിൽ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കണു, ചിരിച്ചുകൊണ്ടിരിക്കണു. നരന്മാർ നമ്മളൊക്കെ ഇങ്ങനെ താൻ കേമത്വം പറയുകയും നടിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. ശരിയോ?